ഹായ് ഫ്രണ്ട്സ്, റയാൻ ഗപ്പി ഫാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എൻ്റെ അടുത്ത് കുറച്ച് ഗപ്പീസ് ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് സെയിലായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് മാർക്കറ്റിൽ ഇനി ഡിമാൻഡുള്ള ഒരു 4 വെറൈറ്റീസ്, 4 അല്ല ഒരു 5-6 വെറൈറ്റീസിനെ എടുത്തിട്ട് അപ്പോൾ അതിന്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അത് ഒരാളേക്ക് എന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത്, ബാക്കി വരും. അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ള ജൂനിയാസ്കാന്റെ അടുത്താണ്. നമ്മളെ കട്ട സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ അതേമാതിരി തന്നെ എനിക്ക് സ്റ്റേബിൾ ആവാതെ ഉള്ളൊരു ഫിഷിന്റെ പകരം വേറെ ഫിഷ് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഒരു സസ്പെൻസും കൂടി അതിലുണ്ട്. അപ്പോൾ വീഡിയോ മാക്സിമം ഫുള്ളായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ കുഞ്ഞു ചാനലായ റയാൻ ഗപ്പി ഫാം എന്ന് പറഞ്ഞ ചാനല് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയിൽ എന്തായാലും വീഡിയോ കിടക്കാം. മിന്നിച്ചേക്കണേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂനിയാസ്ക കാലിക്കറ്റ് ജിസ് അക്കോ ഫാം അവരെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അവരെ പറ്റിയിട്ടല്ല, മീനിനെ പറ്റിയിട്ടാണ് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചൊരു വിഷമകരമായ കുറച്ച് കാര്യമുണ്ട്. അതായത് ഞാൻ ഒരുപാട് വീഡിയോ എടുത്ത അൺബോക്സിങ്ങിൻ്റെ, പക്ഷേ അതൊക്കെ ഡിലീറ്റ് ആയിപ്പോയി. ആകെ 4 വീഡിയോ കിട്ടിയില്ല. ആദ്യം തന്നെ ഞാൻ പറയാം. പക്ഷേ ഈ വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുള്ളതാണ്. ഇത് റീച്ച് ആയാലില്ലെങ്കിലും ഇവരെ പറ്റിയിട്ട് എനിക്ക് 2 വാക്കെങ്കിലും സംസാരിക്കണം എന്നുണ്ട്. കാരണം നമ്മളെ എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു 4 വീഡിയോ ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ആ വീഡിയോ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഞാൻ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റായിട്ട് കിട്ടിയതും അത്യാവശ്യം നല്ല റേറ്റുള്ളൊരു ഫിഷിനെ ആദ്യമായിട്ടാവും. പിന്നെ ഇതിന് മുന്നേ ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, അതും ഇവരെന്നെ അയച്ചെന്നുള്ള വാശിതുക്ക. പിന്നെ നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ കിട്ടും. അതായത് നല്ല ബന്ധമുണ്ടോ മോശമുള്ളതൊക്കെ നൈസായിട്ട് ഒഴിവാക്കുക, നല്ല ബന്ധങ്ങൾ എടുക്കുക. അതേമാതിരി തന്നെ ഗപ്പി ഫീൽഡിലാണെന്നുണ്ടെങ്കിലും എനിക്ക് ഇതിലേക്ക് വന്നിട്ട് ഒരുപാട് നല്ല ബന്ധങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇന്ന സമയത്തോളം ഞാൻ ഭയങ്കര ഹാപ്പിയാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ഈ ബ്രീഡറെ കുറിച്ചിട്ട് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. കേരളത്തിലെ നമ്പർ 1 ബ്രീഡേഴ്സിൽ ഒരാളാണ് ജൂനിയാസ്ക. അത്യാവശ്യം അക്വേറിയങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ എല്ലാ കാര്യത്തിലും സെറ്റാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കിട്ടിയിട്ടുള്ളത്. ഞാൻ അവരെയൊക്കെ സെലക്ട് ചെയ്തെടുത്തത് 4 വെറൈറ്റീസാണ്. അതിൽ ഒന്ന് എനിക്ക് സ്റ്റേബിൾ ആവാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് വേറെ അതിന് പകരം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ വിശ്വസിച്ച് എടുക്കാൻ പറ്റിയതും നല്ല ക്വാളിറ്റി ഉള്ളതും. ഇത് ഡംബോ, അതായത് ഇത് അത്യാവശ്യം മാർക്കറ്റിൽ എന്താ പറയുക, ബൾക്ക് അടിക്കാനാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും എപ്പോഴും ഇനി ഡിമാൻഡ് വരാൻ പോകുന്ന ഒരു സാധനമാണ്. കാരണം 100% ഇയർ സ്റ്റെബിലിറ്റി ഉണ്ട്. ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ വന്ന് ക്ഷമിക്കണം. പിന്നെ ഇത് സിൽവറാഡോ ടെക്സിറോ കോഴി, ഇതും കിടലിനായിരുന്നു, നല്ല ക്വാളിറ്റിയിലാണ്. ഞാൻ പറഞ്ഞതിൻ്റെ വീഡിയോസൊക്കെ ഡിലീറ്റ് ആയിപ്പോയി, അതുകൊണ്ടാണ്. പക്ഷേ എനിക്ക് വീഡിയോ ചെയ്യാതിരിക്കാനും വയ്യ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും അറിയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫിഷ് നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുക്കും. പിന്നെ എനിക്ക് ഒരുപാട് സംസാരിക്കാനൊന്നും അറിയില്ല, പക്ഷേ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് സിൽവറ ടെക്സിലോ കോഴി, ഇത് അക്വേറിയത്തിൽ കാണാനും നല്ല ഭംഗിയുള്ളൊരു ഐറ്റമാണ്, അതുകൊണ്ട് തന്നെ ഞാനിത് എടുത്തത്. പിന്നെ മേൽവ്യൂ ഉണ്ടാവും, ക്യാപ്പിൻ്റെ കളറും ഉണ്ടാവും, അതും നല്ല ഭംഗി തന്നെയാണ് കാണാൻ. മേൽവ്യൂ ആണെങ്കിലും അക്വേറിയത്തിലാണെങ്കിലും കാണാൻ മൊഞ്ചുള്ളൊരു ഗപ്പി തന്നെയാണിത്. പിന്നെ ചെറിയൊരു ഇയറും ഉണ്ടാവും. അപ്പോൾ ഇത് കുറച്ചായി മാർക്കറ്റിൽ വന്നിട്ട്, എന്നാലും ഇപ്പോഴും നല്ല ഡിമാൻഡ് ഉണ്ട്. ഇന്ത്യയിൽ കുറച്ചൊരു ക്വാളിറ്റി കുറഞ്ഞേ എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ നല്ല ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒരു പെയർ എടുത്തതാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ജൂനിയാസ്കാക്കും അതേമാതിരി നമ്മളെ ഫാഷിദ്ക്കാക്കും ഒരു താങ്ക്സ് പറയാൻ കൂടി വേണ്ടിയിട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എനിക്കിങ്ങനെ ഗിഫ്റ്റ് കിട്ടും എന്നുള്ളത്. കാരണം നല്ല ബന്ധമാണ് അവരായിട്ട്, ഫാഷിദ്ക്കാനായിട്ട് നല്ല കമ്പനിയാണ്. അപ്പോൾ ആ ഒരു ബന്ധം വെച്ചിട്ട് മൂപ്പര് അയച്ചെന്നാണ്. എന്തായാലും വളരെയധികം സന്തോഷമായിട്ടുണ്ട്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇത് സിയാം യെല്ലോ, ഇത് ഞാൻ എടുത്തിട്ടുണ്ട്, യെല്ലോ ടൈഗർ. കാരണം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റിയാണ്, ഒരു സൈഡ് വ്യൂവിൽ കാണാൻ ഭംഗിയുള്ളത്. അങ്ങനെയായിട്ട് 4 വെറൈറ്റീസാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. സ്നേക്സ് യെല്ലോ, റെഡ് മൊസൈക്ക്, ഹാഫ് മൂൺ. അതായത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞില്ല, ആ സാധനം ഒരു രക്ഷയില്ല, കിഡുമായിട്ടാണ് അത്. അതിന് ബ്രീഡായിട്ട് വേണം സെറ്റാക്കാൻ. പിന്നെ എടുത്തിട്ടുള്ളത് ബ്ലൂഷ് ബ്ലാക്ക് ഡംബോ, അതായത് ഡംബോയർ ആയിട്ടുള്ള ടൈപ്പ്. പിന്നെ സിൽവറാഡോ ടെക്സിലോ കോഴി, ഈ ഒരു വെറൈറ്റീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ എന്താ പറയുക, ഇതെന്തായാലും എനിക്ക് അത്യാവശ്യം നല്ല സെയിൽ നടക്കുന്നുള്ള പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് എൻ്റെ ഒരു സെയിലാവും. ഇപ്പോൾ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, എന്തായാലും കോൺടാക്റ്റ് ചെയ്യുക. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വാശിയായിരുന്നു എനിക്ക് ഈ വീഡിയോ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഇത്രയും നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് മാത്രം.
അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, കാരണം നല്ല രീതിയിൽ അൺബോക്സിംഗ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല. എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും കാണാൻ. ടാറ്റാ ബൈ ബൈ.